ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. രാവിലെ എല്ലാവരും എന്തെടുക്കുവാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലൊക്കെ അയച്ചിട്ട് ജോലിക്ക് പോകുന്നവർ പടച്ചടിച്ച് ജോലിക്ക് പോയി കാണും. വീട്ടിലിരിക്കുന്നവർ ജോലി ഒതുക്കിയിട്ട് ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കും. ശരി, നമ്മളും അതുപോലെ വീട്ടിൽ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുവാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക്, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്നൊരു കമൻറ്റ്. ഓക്കെ, ഇത്രയെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്നും. പിന്നെ വേറെ എന്നാ പറയുന്നത്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രാവിലെ 6 മണി തൊട്ട് 8:20 8:15 വരെ പിന്നെ ധൃതി പിടിച്ച നെട്ടോട്ടവും കുറിയോട്ടവും എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ എല്ലാവരുടെ വീട്ടിലും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന എല്ലാവരുടെ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതും 6 മണിക്ക് എണ്ണീറ്റാൽ മതി. നമുക്ക് കേരളത്തിൽ നമ്മുടെ അവിടുത്തെ അരി വേവുന്ന കണക്ക് വലിയ വേവുള്ള അരിയല്ല, ഒരു അരമണിക്കൂർ കൂടിപ്പോയ 35 മിനിറ്റ് വേവ് കുറവുള്ള അരികളുണ്ട്, നീളൻ കുഞ്ഞനരി. അതുകൊണ്ട് അത് പെട്ടെന്ന് വേവ്. 6 മണിക്ക് ഇടുക, 6 മണിക്ക് വെള്ളം വെച്ച് തിളപ്പിച്ച് 6:45 വെച്ച് നമുക്ക് ചോറാവും. അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് എണ്ണീറ്റാലും രക്ഷപ്പെടാം, കുഴപ്പമില്ല. അങ്ങനെ രാവിലെ എല്ലാവരും സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി, പാത്രം കുറച്ച് കഴുകാൻ കിടപ്പുണ്ട്, കുറച്ച് കഴുകി വെച്ച് അതെല്ലാം ഒതുക്കി പറക്കി വച്ചിട്ട് രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ തന്നെ ഒരു തൂപ്പ് തൂക്കും. പിന്നെ അവരെല്ലാം പറഞ്ഞ് വിട്ടിട്ട് ചേട്ടായിയും പിള്ളേരും എല്ലാം പോയി കഴിഞ്ഞിട്ട് വീടെല്ലാം ഒന്ന് ഒതുക്കി പറക്കി വച്ചിട്ട് ഒരു തൂപ്പൂടെ തൂത്താലേ രാവിലത്തെ ബഹളമൊക്കെ നടന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് അതുകൂടെ തൂത്തുറക്കിയിടണം. പിന്നെ ടേബിളിൻ്റെ പുറത്ത് ഒരുക്ക് സാധനങ്ങൾ, പൗഡർ, ചീപ്പ്, കണ്ണാടി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ പുറത്ത് കാണും. പിന്നെ ഊരിയിട്ടിട്ട് പോയ ഡ്രസ്സുകൾ, ന്യൂസ് പേപ്പർ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടുന്നും പറക്കി എടുത്ത് തോർത്ത് അതെല്ലാം എടുത്ത് വൃത്തിയാക്കി വച്ച്. ഇവന് ഒരു ജോലിയില്ല, ഇവ എപ്പം നോക്കിയാലും അങ്ങ് കടത്തയാണ്. ഇവ എന്നേക്കായും ഭയങ്കര മടിയനാണ്. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കിപ്പറക്കി വെച്ചിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചിട്ടില്ല, നമ്മൾ ഉച്ചയ്ക്കലത്തെ ആഹാരം കാണിക്കുന്നുണ്ട്. രാവിലെ ദോശയായിരുന്നു, ദോശയും ചമ്മന്തി. അപ്പോൾ എല്ലാം കഴിച്ച് തൂത്തൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു 1-2 സീരിയലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടേ ജോലിയിലോട്ട് പ്രവേശിക്കത്തുള്ളൂ. അതിന് മുന്നേ ഒന്നും വരത്തില്ല. അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. അങ്ങനെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് തൂത്ത് വാരി വൃത്തിയാക്കി തുണികളെല്ലാം കൊണ്ടുപോയി കഴുകാനുള്ളതെല്ലാം മാറ്റി കൂടയ്ക്കകത്ത് കൊണ്ടിട്ട് പാത്രമൊക്കെ പെറുക്കി വെച്ചപ്പം ഉണങ്ങിയ പാത്രങ്ങളെല്ലാം നമ്മൾ പെറുക്കി അടുക്കി വയ്ക്കുമെന്നെങ്കിൽ അവിടെ അങ്ങ് വൃത്തിയാകും. അപ്പം കുറച്ച് രാവിലെ പാല് കാച്ചിയത് അവളൊന്നും കുടിക്കാതെ പോയി. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് പാല് ബാലൻസാണ്. ശരി, അത് ഒരു ശകലം ചായ ഇട്ട് കുടിച്ചിട്ട് നമ്മൾ വിശ്രമവേളകളെ അങ്ങനെ ആനന്ദകരമാക്കിയിട്ട് ബാക്കി ജോലിയിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുക. ബാക്കി ജോലിയെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാം തീർന്ന് ചോറായി, കൂട്ടാനായി, ആൾക്കാരും വീട്ടിലില്ല, തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചക്കാലത്തെ നമ്മുടെ ആഹാരം മാത്രമേ ഉള്ളൂ. അതാണ് വലിയ ജോലി. പിന്നെ തയ്ക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുമെന്ന് ഒരുപാട് ദിവസങ്ങളായി തയ്ക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഒന്ന് ചെയ്യാമെന്നൊക്കെ ഉദ്ദേശിച്ച്. പക്ഷേ നമ്മളെന്തോ ഇത് ചെയ്യുക, സീരിയൽ കാണുക, കുറച്ച് നേരം ഫോൺ കാണുക, എല്ലാം നോക്കിയിട്ടിരുന്നിട്ട് പിന്നെ വേറെ എന്നാ ചെയ്യുന്നത്, കുറച്ച് നേരം കിടന്നുറങ്ങും. പിന്നെ നോക്കുമ്പോൾ 4 മണിയായി, 3:30ആയി. പിന്നെ ഒരു സെറ്റ് യൂണിഫോം ഉച്ച കഴിഞ്ഞേ കഴിവത്തുള്ളൂ. അപ്പോൾ ആ വെളി സൈഡിൽ നമ്മൾ കഴിവുന്നിടത്ത് ഉച്ച ഒരു 1:30 വരെ അങ്ങ് വെയിലാണ്. ഉച്ച വെയിൽ കഴിഞ്ഞാൽ പോക്ക് വെയിലടിക്കുമ്പോഴേ നമുക്കവിടെ തണൽ വരത്തുള്ളൂ. അപ്പോൾ 2 മണി പോക്ക് വെയിലടിക്കാൻ തുടങ്ങിയാൽ രാവിലത്തെ വെയിലടിച്ച് തറയൊക്കെ ചൂടായി കിടക്കുന്ന തറയിൽ ചവിട്ടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 2 യൂണിഫോം മാത്രം 2 സെറ്റ് അങ്ങോട്ട് മുക്കി വെച്ചിട്ട് സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതങ്ങ് കഴുകി ഇടുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. അടിക്കുന്ന വെയിൽ, ചൂട്, കാറ്റ്. അപ്പോൾ യൂണിഫോം മാത്രം വൈകുന്നേരം കഴിവും. പിന്നെ ബാലൻസ് എല്ലാ തുണികളെല്ലാം കൂട്ടി വെച്ച് ആഴ്ച 1-2 ദിവസമോ അല്ലെ കൂടിപ്പോയ 3 ദിവസം, 3 ദിവസമൊന്നുമില്ല, 2 ദിവസമേ കാണത്തുള്ളൂ. വാഷിംഗ് മെഷീനിൽ തുണി മൊത്തത്തിൽ ഇട്ട് അലക്കിയെടുക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൊടി എടുത്ത് വെച്ചിരുന്ന പൊടി ഒരു ടിന്നിനകത്ത് ആക്കി വയ്ക്കാമെന്നും പറഞ്ഞ് എടുത്തപ്പോഴത്തേക്ക് അത് ശകലം തട്ടിപ്പോയി. പിന്നെ അതും അവിടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി. ചായയൊക്കെ തിളച്ചിട്ടുണ്ട്.
ഞാൻ ചായയിൽ പഞ്ചസാര ഇടത്തില്ല, പഞ്ചസാര ഉപയോഗിക്കാറില്ല. പക്ഷേ കടും ചായ, കടും കാപ്പി അങ്ങനെയുള്ള ഐറ്റംസിലെല്ലാം പഞ്ചസാര ഉപയോഗിക്കും, ഒരു കുഴപ്പമില്ല. ഷുഗർ ഉണ്ടെങ്കിലും നമ്മളത് മാറ്റത്തില്ല, ശകലമെങ്കിലും പഞ്ചസാര വേണം. ചായ കുടിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ചായയൊക്കെ എടുത്ത് ഒന്ന് ലൈറ്റായിട്ട് വന്ന് ഇവിടെ ഇരുന്നിട്ട്, അപ്പോൾ തൂക്കാൻ നേരത്തെ ഫാൻ ഓഫ് ചെയ്തത് ഓൺ ചെയ്യാൻ മറന്നുപോയി. സീരിയൽ അതുപോലെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ എന്നാ, എല്ലാവരും പോയി കഴിയുമ്പം നമ്മുടെ ഡ്യൂട്ടീസും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ബോറടിച്ച ഒരു ജീവിതം. വീട്ടിൽ ആരുമില്ല. ചിലപ്പം ഞാൻ അങ്ങ് അപ്പുറത്തോട്ടങ്ങ് പോകും, അമ്മയുടെ വീട്ടിലോട്ട്, നാത്തൂൻ്റെ വീട്ടിൽ. അവിടെ പോയി ഇച്ചിരി നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുറച്ച് നേരം സൊറയൊക്കെ പറഞ്ഞിട്ട് ഇനി പോരും. പിന്നെന്തോ മെയിനായിട്ട് നമ്മൾ ടി വി ഇല്ലെങ്കിൽ ഉറക്കം, ഇല്ലെങ്കിൽ ഫോണ്. പണ്ടത്തെ കണക്ക് ജോലികളൊന്നും ഇല്ലല്ലോ. തയ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നല്ല ബിസിയായിരുന്നു. ഉച്ചയ്ക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്, തയ്യക്കട. അന്നേരം ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നിട്ട് ഒന്നരയ്ക്ക് ചോറുണ്ണാൻ വന്ന് ചോറ് തിന്ന് ആ 2-3 പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് 2 മണി തൊട്ട് 2:10, 2:15 വരെയൊക്കെ അലാറം വെച്ച് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് ക്ഷീണം. ഇപ്പം ഉറക്കമേ ഉള്ളൂ, ജോലി വളരെ വളരെ കുറവ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ എണീറ്റ് വന്ന് ചോറ് തിന്നാന്നും പറഞ്ഞ് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. മീൻകറി ഇന്നലെ വൈകുന്നേരം രാത്രിയിലാണ് മീൻകറി വെച്ചത്. മീൻകറിയും പിന്നെ ഒരു തോരൻ. ഇത് തോരൻ എന്തോന്ന് വെച്ചാൽ അവരയ്ക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ പയർ അത് തോരൻ വെച്ചത്. രാവിലെ കൊച്ചുങ്ങൾക്ക് ബജ്ജി ഉണ്ടാക്കി, വാഴയ്ക്ക ബജ്ജി. ഒരു ബജ്ജിയും പിന്നെ സ്റ്റാർ പപ്പടം എന്ന് പറയുന്നത്, സ്റ്റാറിൻ്റെ 2-3 പപ്പടം പൊരിച്ചതും ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ഇന്നത്തെ ഊണ് കുശാലായിട്ട് അടിച്ച്, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ ഉണങ്ങിയ തുണിയെല്ലാം മടക്കാൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും മടക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സാരി പണ്ടേ എടുത്ത് വെച്ചിരുന്നത്. ഈ സാരി ഇതൊരു ചുരിദാർ തയ്ച്ചതിൻ്റെ അമ്മയ്ക്കും മോക്കും, അങ്ങനെ മോം ആൻഡ് ഡോട്ടർ എന്നും പറഞ്ഞപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, അത് തയ്ക്കാമെന്നും പറഞ്ഞൊക്കെ. പക്ഷേ ഞാൻ അമ്മക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവക്ക് തയ്ക്കണം, വയ്ക്കണം, എടുക്കണം, ഇടിപ്പിക്കണം എന്നൊക്കെ. അത് ഒരു ദിവസം ഇടും, പിന്നെ അത് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തേയില്ല. അപ്പോൾ നമുക്ക് വിഷമം. പിന്നെ എന്നാലും ഇനി ഇവക്ക് ജന്മത്തെ തയ്ച്ചു കൊടുക്കരുത് എന്നൊക്കെ ഉദ്ദേശിക്കും. പക്ഷേ പിന്നെ നമ്മൾ ചെയ്യുന്ന ഇത് തന്നെ, നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതെന്തോ ലൈനിങ് എന്ന് വെച്ചാൽ ഇത് സാരിയാണ്. റേഷൻ കടയിൽ നമുക്ക് പൊങ്കൽ വരുമ്പോൾ റേഷൻ കടയിൽ ഒരു സാരി, പിന്നെ മുണ്ട്, അത് എല്ലാ വർഷവും തരും. പൊങ്കലിനാണ് ദീപാവലിക്കാണ്, പൊങ്കലിന് കരിമ്പ്, പിന്നെ പൊങ്കൽ വയ്ക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ചിലപ്പോൾ 1000 രൂപ മിക്കവാറും കാണും. അപ്പോൾ ഈ സാരി കൊണ്ടുവന്ന് നമ്മൾ ലൈനിങ് തയ്ക്കുക. ഇത് നല്ല ഖാദി തുണിയുണ്ടല്ലോ, ഖാദി, അതാ. കുഞ്ഞു കൊച്ചുങ്ങൾക്ക് തൊട്ടിൽ കെട്ടാനൊക്കെ മെയിനായിട്ട് ഈ തുണി ഉപയോഗിക്കും, തൊട്ടിൽ കെട്ടാൻ. പിന്നെ ചില അമ്മൂമ്മമാരൊക്കെ ഈ സാരി ഉടുക്കും. ഇത് പെട്ടെന്നങ്ങ് ചുരുങ്ങും. അതുകൊണ്ട് നമ്മൾ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് സ്വന്തം ഉപയോഗത്തിന് ലൈനിങ്ങിനൊക്കെ ഞാൻ മിക്കവാറും ഇതൊക്കെ തന്നെ ഇടുന്നത്. പിന്നെ വെളിയിൽ കാണുന്ന കണക്കുള്ള കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ലൈനിങ് തുണി എടുത്തേക്ക്. ഇതിപ്പം നമ്മൾ തച്ചാൽ ഇത് വീട്ടിലൊക്കെ ഇടാനല്ലേ, പിന്നെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് വെച്ച ഒരു പരിപാടി ഇന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തച്ച് തീരാൻ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങൾ കൂടെ ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ ഭയങ്കര വാശിയാണ്, നല്ല വാശിയോടെ ഇതൊരാഴ്ചയ്ക്കകം തയ്ച്ച് തീർക്കണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിന് മാർക്കൊക്കെ ചെയ്ത് ലൈനിങ്ങൊക്കെ ഇട്ട് മാർക്ക് ചെയ്തിട്ട് ടോപ്പ് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാര്യം തറയിലിരുന്നിട്ട് എനിക്കങ്ങോട്ട് മാർക്ക് ചെയ്യാൻ, കുനിഞ്ഞു ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് പോലെ, കാല് മടക്കി ഇരുന്നിട്ട്. എപ്പോഴും ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വെച്ചാൽ വെട്ടുന്നത് എല്ലാം. അപ്പോൾ ശരി, ഇത് ടോപ്പ് ഭാഗം മാത്രം വെട്ടിയിട്ട് ബാലൻസ് നാളെ വെട്ടാമെന്നും പറഞ്ഞ് അപ്പോഴത്തേക്ക് 4:45 ആയി. ഇനി കുളിക്കണം, അവർക്ക് കുഞ്ഞുങ്ങൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഇതെല്ലാം എടുത്ത് മടക്കി പറക്കി വെച്ചിട്ട്, ഇന്ന് അവർ പഴം ഇരിപ്പുണ്ടായിരുന്നു. ശരി, വൈകുന്നേരം വരുമ്പോൾ 2 പേർ കൂടെ ബനാന മിൽക്ക് ഷേക്ക് എന്നും പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് ആക്കി റെഡിയാക്കി വെക്കാമെന്നും ഒരു ഉദ്ദേശത്തിൽ പിന്നെ പാല് കാച്ചി ഫ്രിഡ്ജിനകത്ത് എടുത്ത് വച്ചിട്ടുണ്ട്. തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വച്ചിട്ടുണ്ട്. തണുപ്പിച്ചെന്ന് വെച്ചാൽ ആറിച്ച്. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ സ്കൂൾ വിട്ട് വന്നു. ഇപ്പം ഞാൻ അവരെ വിളിക്കാൻ പോകുന്നില്ല, പരീക്ഷ നടക്കുന്നതുകൊണ്ട് നിവിക്ക് കുറച്ച് പുസ്തകങ്ങളും ബുക്കുകളും ബാഗിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഞാൻ പോകത്തില്ല. അപ്പം ഈ പാല് കാച്ചി വെച്ച്
തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് തണുപ്പിച്ച് വെച്ചേക്കുന്നത്. ഇതിൻ്റെ കൂടെ പഴം 2 പഴം നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല സൂപ്പർ സ്മൂത്തി കണക്കാവും. നാട്ടു ചക്കര എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്, പക്ഷേ അത് സാധനം മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പഞ്ചസാര അങ്ങ് ഇട്ട് ആവശ്യമുള്ള പാലും ഒഴിച്ച് ഇതിനെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് സൂപ്പറായിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ജമ്മെന്ന് എല്ലാവരും കുടിച്ചോളും. ഞാനും ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ചായ ഇട്ടില്ല, അതുകൊണ്ട് അവൾ പോയി അതിനകത്ത് ബൂസ്റ്റും എടുത്ത് മേലിങ്ങനെ ബൂസ്റ്റും തൂവിയിട്ടിട്ട് അത് ഒരു സ്ട്രോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന്, സ്ട്രോയുടെ കാര്യം ആദ്യം ഓർത്തില്ല കേട്ടോ, പിന്നെ പോയി സ്ട്രോ എടുത്തുകൊണ്ട് വന്ന് കലക്കി അത് കുടിക്കുന്നുണ്ട്. രോഹിത്താണ് ഈ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത്. അവനൊരു ആവശ്യമുണ്ട്, അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നു, ബ്ലാക്ക് തണ്ടർ പോകുന്നു. അപ്പോൾ അവൻ ബ്ലാക്ക് തണ്ടർ പോകാനായിട്ടുള്ള പെർമിഷൻ ചോദിച്ചിരിക്കുകയല്ല, ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് പോകണ്ട അന്ന് ഒരേ വാർത്ത പറഞ്ഞ്. അതുകൊണ്ട് നമ്മളെ ഐസ് വെച്ച് നമ്മുടെ കാല് പിടിച്ച് കാര്യം സാധിക്കുക എന്നാണ്. ഈ ചെറുക്കന്മാർ നമ്മളെ അങ്ങ് പെട്ടെന്നങ്ങ് ഐസ് വെച്ച് കളയും. നമ്മൾ സോപ്പിട്ടങ്ങ് പതപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ സോപ്പും പതയിൽ വീഴരുതെന്നും പറഞ്ഞൊരു ദൃഢപ്രതിജ്ഞയിലിരിക്കുക. അങ്ങനെയാണ് വിഷമിച്ചൊക്കെ ഇരിക്കുക പുള്ളിക്കാർ. വിഷമത്തിൽ ശരി ഇതിലൊക്കെ കുടിച്ച് കഴിഞ്ഞ് കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞാലേ പിന്നെ വീടൊന്ന് ആക്റ്റീവ് ആകത്തുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അവർ വരുന്നവരെ ഭയങ്കര ബോറാണ്. അതുങ്ങൾ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിവഴക്കും ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആളും കാണും, നമ്മൾക്കും ഒരു എനർജിയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉറക്കം തൂങ്ങിയൊക്കെ തന്നെ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.